ഹലോ! ഇന്ന് കളമശ്ശേരിയിലെ 3-മത്തെ ദിവസമാണ് കേട്ടോ. രാവിലെ കുട്ടികൾക്ക് മത്സരം ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും നേരത്തെ എണീറ്റ് റെഡിയായിട്ട് ഇരിക്കുകയാണ്. പിന്നെ ഇവിടെ രാവിലെ നോക്കിയാലുള്ള കാഴ്ചകൾ എന്ന് പറഞ്ഞാൽ ദേ മെട്രോ പോകുന്നത് കാണാം. പിന്നെ ഇവിടെ ഒരു സ്വിമ്മിംഗ് അക്കാഡമി ഉണ്ട്. പിന്നെ ഞങ്ങളൊന്ന് പുറത്തോട്ട് ഇറങ്ങി കേട്ടോ. പുറത്തോട്ട് ഇറങ്ങിയപ്പോൾ തൊട്ടപ്പുറത്ത് പാലക്കാടുകാരുണ്ടായിരുന്നു. അവരും പോയിട്ടുണ്ട്. പിന്നെ കാസർഗോഡും പോയിട്ടുണ്ടെന്നാണ് തോന്നുന്നത്. പിന്നെ ഈ ഒരു ബിൽഡിങ്ങിൽ ഞങ്ങൾ മലപ്പുറവും കോഴിക്കോടും ഒക്കെ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ദേ ഇതാണ് രാവിലത്തെ കാഴ്ച. കുറേ ചേച്ചിമാരൊക്കെ വന്നിട്ട് ഇവിടെ ക്ലീൻ ചെയ്യാനായിട്ട് ഇവിടെ കുറേ ആൾക്കാരുണ്ട് കേട്ടോ. കാരണം ഇത്രയും വലിയൊരു സ്ഥാപനമല്ലേ, അപ്പോൾ ഇഷ്ടംപോലെ ആൾക്കാർ വേണം. തിരിച്ചു വന്നപ്പോൾ ദേ കുട്ടികളെല്ലാം കൂടെ ഫോൺ കണ്ടുകൊണ്ട് കിടക്കുന്നു. രഞ്ജുവണ്ണൻ പിന്നെ മോളുടെ കാലയിൽ ഈ ബാൻഡേജ് കെട്ടി കൊടുക്കാനായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ ദേ ചേച്ചിമാരൊക്കെ ഓണത്തിന്റെ കാര്യങ്ങളൊക്കെ പറയാണ് കേട്ടോ. ഇനി വീട്ടിൽ പോയിട്ട് വേണം എല്ലാം റെഡിയാക്കാനെന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ നേരെ ഇറങ്ങി കേട്ടോ. രാവിലെ ഒരു 6 മണിയായപ്പോൾ മത്സരമൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു അവിടെ. നമ്മുടെ കുട്ടികളുടെ മത്സരം 8 മണി 8:30 കൂടിയാണ് സ്റ്റാർട്ട് ചെയ്തത്. അങ്ങനെ ഞങ്ങൾ അങ്ങോട്ട് പോയപ്പോൾ ദേ ആ ഒരു നീല അമ്പല് കണ്ടോ? നല്ല ഭംഗിയില്ലേ കാണാൻ വേണ്ടിയിട്ട്. അങ്ങനെ നമ്മുടെ പിള്ളേരുടെ മത്സരമൊക്കെ കഴിഞ്ഞു. പിന്നെ അവിടുന്ന് ഞങ്ങൾ നേരെ ഇറങ്ങി കേട്ടോ. ഒരു ഉച്ചയായപ്പോഴത്തേക്ക് ഇറങ്ങി. ട്രെയിനാണ് നാട്ടിലോട്ട് പോകുന്നത്. അപ്പം ഞങ്ങൾ നേരെ പോകുന്നത് കുണ്ട്രയിലോട്ടാണ് കേട്ടോ പോകുന്നത്. എൻ്റെ വീട്ടിലോട്ടാണ് പോകുന്നത്. നമുക്ക് ദച്ചുമോളെ അവിടെ ഒരു ഹോസ്പിറ്റലിൽ കാണിക്കാനുണ്ട്. അപ്പോൾ ഞങ്ങൾ കുണ്ട്ര റെയിൽവേ സ്റ്റേഷനിലാണ് കേട്ടോ ഇറങ്ങിയത്. കൊല്ലത്തുനിന്ന് നേരെ കുണ്ട്രയ്ക്ക് ട്രെയിൻ കയറി. ഇതാണ് നമ്മുടെ കുണ്ട്ര റെയിൽവേ സ്റ്റേഷൻ. അവിടുന്ന് പിന്നെ ഞങ്ങളൊരു ഓട്ടോയ്ക്കാണ് നേരെ വീട്ടിലോട്ട് പോയത്. പോകുന്ന വഴി ഫുള്ള് തിരക്ക്. തിരക്കെന്ന് പറഞ്ഞാൽ ബ്ലോക്കും കാര്യങ്ങളും. പിന്നെ ദേ ഒരു മാവേലി കടയിലോട്ടൊക്കെ പോവാണ് കേട്ടോ. പിരിവിനാണെന്ന് തോന്നുന്നു കണ്ടിട്ട്. അങ്ങനെ ഞങ്ങള് ദേ വീടെത്തി. വളരെ പെട്ടെന്ന് തന്നെ വീടെത്തി. അവിടെ ചെന്നപ്പോഴത്തേക്ക് പിന്നെ അമ്മ ദച്ചുവിനെ കണ്ടിട്ട് അയ്യോ കൊച്ചിന്റെ കണ്ണ് കണ്ടോ പിരിവം കണ്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് ആകെ പരിഭവമായിരുന്നു. പിന്നെ പപ്പ വന്ന് ആദ്യം രഞ്ജോണനെ കെട്ടിപ്പിടിച്ച് കൺഗ്രാറ്റ്സ് ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇവിടെ അമ്മായിയച്ഛനും മരുമോനൊക്കെ ഭയങ്കര സ്നേഹമാണ് കേട്ടോ. അങ്ങനെ ദേ ഞാൻ നേരെ അടുക്കളയിൽ പോയിട്ട് എൻ്റെ അമ്മ എന്തൊക്കെയാ മേടിച്ച് വെച്ചേക്കുന്നതെന്നും എനിക്ക് അതാണ് തപ്പല് പരിപാടി. എന്തേലും കാണുമെന്ന് എനിക്കറിയാം ഞങ്ങൾ വരുന്നത് കൊണ്ട്. പിന്നെ രാത്രിത്തെ ഫുഡ് പൊറോട്ടയും ചിക്കൻ കറിയൊക്കെ ആയിരുന്നു. അത് കഴിച്ച് ഇനി ഒരു നല്ല ഉറക്കം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നാളെ കാണാം. ബൈ.